ഹലോ അപ്പം എന്ന് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് നിമിഷം എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ ലവ്ലി എന്ന് പറഞ്ഞ നമ്മുടെ മാത്യു തോമസ് അഭിനയിച്ച ഒരു മലയാള സിനിമയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു 3D സിനിമയും കൂടിയാണ് നമ്മുടെ ലവ്ലി എന്ന് പറഞ്ഞ സിനിമ. 3D സിനിമ മാത്യു തോമസിന്റെ ഒരു ഈച്ചന്റെ നായകനായി വരുന്ന സിനിമയും കൂടിയാണ്. ഒരു കിടിലൻ ഈച്ച വൈബ് സിനിമ ലഭിക്കുന്നു വിചാരിച്ച് പോയപ്പോൾ സിനിമ ഒരു രീതിയിലും സിനിമ ആസ്വാദനം തന്നിട്ടില്ലെന്നാണ് കേൾക്കാൻ സാധിച്ചത് പടം കണ്ടവർക്ക്. എന്തായാലും പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക. 3 ദിവസമായിട്ടും ഒരു 3D സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ വെറും 30 ലക്ഷം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ വലിയ രീതിയിൽ ഒരു മോശം അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് നിലവില്. മെഷീൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയ്ക്ക് കിഡിലൻ ഓപ്പണിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 2 ദിവസം കൊണ്ട് മിഷൻ ഇമ്പോസിബിളിന്റെ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു 2D സിനിമയ്ക്ക് 1 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വെറും 2 ദിവസം കൊണ്ട്. 1,07,00,000 നിലവിലെ സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസില്. മറ്റൊരു തമിഴ് സിനിമയുടെ കളക്ഷനാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ ശശികുമാറാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. നിലവിൽ 18 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു പടത്തിന്റെ. ഓൾമോസ്റ്റ് 1,43,00,000 സിനിമയുടെ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 1,43,00,000 18 ദിവസം കൊണ്ട്. ഒരു കിടിലൻ കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പോലും സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീൻസ് വരുവാണെങ്കിൽ സിനിമയ്ക്ക് നല്ല കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക്. ഈ വർഷം പുറത്തിറങ്ങിയ ആസിഫ് അലീന്റെ മറ്റൊരു സിനിമയാണ് സർക്കീട്ട് എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകരിൽ നിന്ന് ഒരു മോശമായ അഭിപ്രായമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കളക്ഷന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു മോശമായ കാഴ്ച കാണാൻ സാധിക്കുന്നത്. പക്ഷേ സിനിമയിലെ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. പക്ഷേ കളക്ഷന്റെ കാര്യത്തിൽ വളരെ പത്തറ്റിക് ആയ ഒരു കളക്ഷൻ തന്നെയാണ്. ഇപ്പം 2.5 കോടിയാണ് നിലവിൽ 11 ദിവസത്തെ കളക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സർക്കീട്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പത്തറ്റിക് തന്നെയാണത്. എന്തായാലും സിനിമ ഇനി OTT റിലീസിന് വന്നിട്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡിസാസ്റ്ററിലോട്ട് പോവുകയാണ് സർക്കീട്ട് എന്ന് പറഞ്ഞ ആസിഫ് അലി സിനിമ. ഈ വർഷം പുറത്തിറങ്ങിയ ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാറന്മൂടൊക്കെ അഭിനയിച്ച സിനിമയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററുകളിൽ ഒരു കിടിലൻ വിജയം തന്നെയായി മാറുകയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം ഇത്രയധികം ചിരിച്ചിട്ടില്ല എന്നാണ് സിനിമ പലരും കണ്ടവർ പറയുന്നത്. പടം കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. സിനിമ റിലീസിന് വന്നിട്ട് 11 ദിവസം ആയിട്ടുണ്ട്. 6,60,00,000 സിനിമയുടെ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഒരു ചിരി കൊടുക്കാന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്ക് 11 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കളക്ഷൻ ആണെങ്കിലും കിഡിലൻ സൂപ്പർ ഹിറ്റിലോട്ട് പോവുകയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. ദിലീപേട്ടൻ്റെയും മറ്റൊരു കംബാക്ക് തന്നെയാണ് ഈ വർഷം കാണാൻ സാധിക്കുന്നത്. ലാലേട്ടനെ പോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ നല്ലൊരു ജെന്യൂനായ ഒരു ഫാമിലി ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കുറേ സിനിമകൾ നമ്മൾ കണ്ടു. ഒരു രീതിയിലും നല്ല റെസ്പോൺസ് അല്ല, ഒരു ബിലോ ആവറേജ് ആണ്. പക്ഷെ ഇവിടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ നല്ല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുകയാണ്. 10 ദിവസം കൊണ്ട് സിനിമ കേരളത്തിന് മാത്രമായിട്ട് 9.81 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 9.81 കോടി നല്ലൊരു കളക്ഷൻ തന്നെയാണത്. നിലവിൽ 10 കോടി കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ ലാസ്റ്റ് സിനിമയാണ് നമ്മുടെ ലാലേട്ടൻ തുടരും എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ മറ്റൊരു 200 കോടി സിനിമയും കൂടിയാണ് ലാലേട്ടൻ തുടരും എന്ന് പറഞ്ഞ സിനിമ. വേൾഡ് വൈഡ് ആഗോള കളക്ഷനായിട്ട് ഓൾമോസ്റ്റ് 24 ദിവസം കൊണ്ട് 220 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കേരള ബോക്സ് ഓഫീസിന് മാത്രം 24 ദിവസം കൊണ്ട് 100 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 109.44 കോടിയാണ് കേരളത്തിന് മാത്രം നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങളൊക്കെ നമ്മൾ ഡിസ്നിയാണ് മേടിച്ചിരിക്കുന്നത്. എന്തായാലും ഡിസ്നിയിൽ അടുത്ത മാസമായിട്ടായിരിക്കും സിനിമ OTT റിലീസിന് പോകുന്നത്. നല്ല രീതിയിൽ അത് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും തുടരും സിനിമ കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ ഓടട്ടെ, നല്ലൊരു കളക്ഷനിൽ അവസാനിക്കട്ടെ സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. ഈ കണ്ട സിനിമകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു കിടിലൻ സിനിമകളുടെ കളക്ഷനായിട്ട്. നിമിഷം ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.